ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, അല്ലാതൊന്നുമില്ല. എന്നാൽ അതിൻ്റെ ചെറിയൊരു വോയിസ് ഞാൻ പിന്നെ കുറച്ച് വെച്ചിട്ട് വിടുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്കതും കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കടലിൻ്റെ ഇരമ്പലൊക്കെ കേൾക്കുന്നത്, കാറ്റുമൊക്കെ രസമല്ലേ, തിരൻ്റെ സൗണ്ടൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചാവക്കാട് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങളൊരാവശ്യത്തിൻ്റെ ആളെ കാണാൻ വേണ്ടി പോയതായിരുന്നു. നമ്മൾ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ക്യാഷിൻ്റെ ആവശ്യം. അപ്പോൾ ഇക്കാക്ക് കുറച്ച് ക്യാഷ് കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ പഴയ ഒരു പഴയ ഒരു കേസാണ്. അപ്പോൾ അങ്ങനെ ആളെ കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ തിരഞ്ഞു പിടിച്ച് പോയൊക്കെ കാര്യം നടന്നില്ല, ആൾ നാട്ടിലില്ല, പറഞ്ഞ പോലെ തന്നെ ആയി. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ തിരിച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ എന്തായാലും നിരാശയായിട്ട് വരികയാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞ് ബീച്ചിൻ്റെ അവിടെ ഒന്ന് പോവാം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പോകാൻ സമയം. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ സൺസെറ്റ് കാണുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് പോയതാട്ടോ. പൊന്നാരം മക്കളെ, ഇവിടെ പോയതുകൊണ്ട് മനസ്സിനൊരു കുളിർമ ഉണ്ടായി. ആകെ മൂഡ് ഓഫായിട്ട് തിരിച്ച് വരുമായിരുന്നു. എന്തെങ്കിലും ഈ കാഴ്ചകളൊക്കെ വളരെയധികം ആസ്വദിച്ച് മനസ്സിന് നല്ല രസം. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ കുറച്ച് മുമ്പ് വേറൊരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിരുന്നു. അപ്പോൾ അവിടെ ഒന്നും ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ബീച്ച് എവിടെയാണെന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ വരുന്ന വഴിക്ക് കണ്ടു. അപ്പോൾ കാരണം എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാമെന്നാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നതാണ്. അപ്പോൾ തോണിക്കാർ ബോട്ട് ഇങ്ങനെ അണഞ്ഞ് വരുന്നുണ്ട്. 5-6 എണ്ണം ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ വന്നു. അതിലും വലിയ രസം, കടലിൽ നല്ല രസമുള്ള മീൻ, വലിയ മീൻ കേട്ടോ. നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ക്യാമറ എടുത്തിട്ട് കിട്ടുന്നില്ല, ക്യാമറയിൽ അത് പതിഞ്ഞ് കിട്ടുന്നില്ല. അങ്ങനെ അതും ഞങ്ങൾ കണ്ടു. ഏതായാലും കാണാൻ പറ്റിയല്ലോ. ഇവിടെ കൂന്തള ഉണ്ടായിട്ടില്ല, 4-5 ടീം വന്നതൊക്കെ വലിയ കൂന്തളാണ്. 1 കിലോ കൂന്തളിന് 450 രൂപയാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ പുറത്ത് 500 രൂപ അത്രേ. അപ്പോൾ പിന്നെ അയില ഉണ്ടായിട്ടുണ്ട്, ഒരു ടീമിന് മാത്രം അയില ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്ത് ഞങ്ങളവിടെ കുറച്ച് മീൻ ഞങ്ങൾ വാങ്ങിയിട്ടോ അവിടെ പോയപ്പം. അപ്പോൾ അതിൽ നല്ല അത്യാവശ്യം ഇരിക്കുന്ന മീനാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ. പിന്നെ അതിലുണ്ടായത് അതിൻ്റെ വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് ആദ്യം വിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വോയിസ് അടക്കം തന്നെയാണ് ഇത് വിടുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവിടെ ഇങ്ങനെ പോയി കുറച്ച് നേരം കഴിഞ്ഞേക്കന്നെ ഞങ്ങൾ തിരിച്ച് പോരും ചെയ്തിട്ടോ. അപ്പോൾ അടിപൊളി കാഴ്ചകളായിരുന്നു. ഇവർക്ക് ഇത്രയേ ഉള്ളൂ മീൻ കിട്ടിയിട്ട്. പിന്നെ അതന്നെ അവർക്ക് 250 രൂപയാണ് പറയുന്നത്. അവിടെ പുറത്തേക്ക് പോയാലും 300 ഒക്കെ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തല്ലേ പെടക്കണ അയിലാണ്. അതുപോലെ ഞണ്ടും ഇതൊക്കെ അവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വാങ്ങിയ മീനാണ്. ഞങ്ങളിത് 100 രൂപയ്ക്കാണ് വാങ്ങിയത് കേട്ടോ. അത് 150 തരുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചാണ് നിന്നിരുന്നു. ഞങ്ങൾക്ക് ഇത്രയൊന്നും മീനിൻ്റെ ആവശ്യമില്ല, 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഫ്രഷ് മീൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് വാങ്ങിയത്. അത് കണ്ടപ്പോൾ ഈ സാധനം എന്താണെന്ന് അറിയില്ല കേട്ടോ, മേലെ നിൽക്കുന്നത്. ആ മീൻ ഭയങ്കര രസം. അത് മുറിച്ചെടുക്കാൻ കുറേ പണിപ്പെട്ടിരിക്കണ്, കൈയൊക്കെ മുറിഞ്ഞു പോയിക്കണ് കത്തിയിട്ട്. ഒരു പ്ലാസ്റ്റിക് പോലെ തൊലിയാണ് അതിൻ്റെ അടുത്തിരുന്ന്. ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. എന്തായാലും വീഡിയോ ഇതുവരെ ഉള്ളൂ കേട്ടോ.